അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അഭിന്നക ഗുണനം. അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ഗുണിക്കാനും അതുപോലെ തന്നെ കൂട്ടാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പാഠം പഠിക്കാൻ പറ്റും. കാരണം അത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. ഈ ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നക സംഖ്യകൾ നാം നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, അതായത് ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന പാഠത്തിൽ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അവിടെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, അഥവാ ഭിന്നക സംഖ്യകൾ എന്താണ്, അഭിന്നക സംഖ്യകൾ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഒരു ഭിന്ന സംഖ്യയായി പറയാൻ കഴിയാത്ത സംഖ്യകളെയാണ് അഭിന്നക സംഖ്യകൾ അഥവാ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഭിന്നസംഖ്യയായിട്ട് നമുക്ക് പറയാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളെ നമ്മൾ എന്ത് പറയുന്നു? ഭിന്നക സംഖ്യ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ഭിന്നക സംഖ്യയായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു സംഖ്യ നാം പഠിച്ചിട്ടുണ്ട്. അതേതാണ്? ഒന്ന് √2 ആണ് അല്ലേ. √2 കുറിച്ച് നമ്മൾ നമ്മുടെ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്കറിയാം √2 വാല്യൂ എത്രയാണ്? 1.4141 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ അഭിന്ന സംഖ്യക്ക് മറ്റൊരു ഉദാഹരണമാണ് √3 അല്ലേ. √3 അതിന്റെ വാല്യൂ എത്രയാണ്? 1.7325 അല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ഒരു വില പറയാൻ കഴിയില്ല, കാരണം ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു പൈ അല്ലേ. പൈയുടെ വാല്യൂം അതുപോലെ തന്നെയാണ് 3.1415 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സംഖ്യകളെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റാത്തത്? ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റാത്തത്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിന് ഉദാഹരണങ്ങളാണ് ഈ √2ഉം √3ഉം √5ഉം അങ്ങനെ കുറെ സംഖ്യകൾ. അപ്പൊ അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ന്യൂ നമ്പേഴ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ വാല്യൂ നാം സാധാരണ എന്താണ് ചെയ്യാറ്? ഒരു 2 സ്ഥാനത്തിനും 3 സ്ഥാനത്തിനും എഴുതും അല്ലേ. അതായത് √2ന്റെ വില 1.414 അതുവരെ നമ്മൾ എഴുതും അല്ലേ. അതുപോലെ തന്നെ √3 ആണെങ്കിൽ 1.732 അല്ലേ. അവിടെ വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വാല്യൂ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അവയെ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നൊക്കെ നമ്മുടെ ന്യൂ നമ്പേഴ്സിൽ നാം പഠിച്ചതാണ് അല്ലേ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 2 + √2 നാം എങ്ങനെയാണ് ഇത് കൂട്ടുക? 2 പ്ലസ് അല്ലെ √2ന്റെ നമ്മുടെ കൃത്യമായ വില നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? 2ഓ 3ഓ സ്ഥാനത്തിന് എഴുതും അല്ലെ. അതായത് ഇപ്പോൾ നമ്മൾ 1.414 3 സ്ഥാനത്തിന് എടുക്കുകയാണെങ്കിൽ ഇത്ര എഴുതും അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവ തമ്മിൽ കൂട്ടും. അപ്പൊ നമുക്ക് 2 1 3 3.414 എന്ന് കിട്ടും. അപ്പൊ √3 ആയാലും അങ്ങനെ തന്നെ, പൈ ആയാലും അങ്ങനെ തന്നെ അല്ലെ. അതിന്റെ ഒരു ഏകദേശ വില നാം കണ്ടിട്ട് ആ വില ഇട്ടിട്ട് സാധാരണ ചെയ്യുന്ന പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഈ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാം. ഇവിടെ നമുക്ക് ഒരു സമചതുരം, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതിന്റെ അളവ് നമുക്ക് തന്നിട്ടില്ല, പകരം ഇതിന്റെ അളവ് നമുക്ക് 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? പെരിമീറ്റർ. നമുക്കറിയാം, പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഈ സ്ക്വയറിന്റെ 4 വശങ്ങളുടെ നീളങ്ങൾ കിട്ടണം അല്ലേ. നമുക്ക് 4 വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടില്ല. സ്ക്വയർ ആകുമ്പോൾ ഒരു സൈഡിന്റെ നീളം കിട്ടിയാലും മതി, പക്ഷെ അത് നമുക്കറിയില്ല. അതിന് പകരം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഈ 2 വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നമുക്കറിയാം, ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ കർണമാണ് ഇത് അല്ലെ, ഹൈപ്പോട്ടിനസ് ആണ് ഇത്. അപ്പൊ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്രയാണ്? 1 + 1 അല്ലേ, അത് 2. അപ്പോൾ ഹൈപ്പോട്ടിനസ് എത്ര വരും? ഹൈപ്പോട്ടിനസ് ഇതിന്റെ റൂട്ട് അല്ലേ, √2. അപ്പോൾ നമുക്ക് ഈ വശത്തിന്റെ നീളം, അതായത് ഈ ത്രികോണത്തിന്റെ ഈ കർണം കിട്ടി, അതാണ് ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് √2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാ വശവും √2 തന്നെ ആയിരിക്കും അല്ലേ. വശം √2,
എല്ലാ വശം √2. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കും. നമുക്കറിയാം പെരിമീറ്റർ ഇസക്കിൽ 4 വശം കൂടി കൂട്ടണം. അപ്പോൾ √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ് √2 അല്ലേ. അപ്പോൾ 4 √2 അല്ലേ. അതായത് 4 × √2 നമുക്ക് 4 √2 എന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ എന്താണ് ചെയ്തത്? ഇതിൻ്റെ വാല്യൂ എഴുതിയിട്ട് നമ്മൾ കൂട്ടി അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വേണം? 4 × കൂട്ടുന്നതിന് പകരം 4 × √2ൻ്റെ വാല്യൂ. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414. അപ്പോൾ ഇത് ഇട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗുണിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ആദ്യം പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക. അതിനുശേഷം പോയിന്റ് നമ്മൾ ഇട്ടാൽ മതി. മനസ്സിലായല്ലോ. ഇപ്പോൾ 4 × 4 16 കാറ് ബാക്കി 1, 1 × 4 4 3 5, 4 × 4 16 ബാക്കി 1, 4 1 5. അപ്പോൾ നമുക്ക് 5656 കിട്ടി അല്ലേ. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1 2 3. അപ്പോൾ 3 സ്ഥാനത്തിൽ നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. പെരിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ മീറ്ററിലാണ്, അതുകൊണ്ട് മീറ്റർ. ഇനി നമുക്ക് 1.414 മുഴുവനായിട്ട് എടുത്തില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾ 4 × 1.41 എടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ ഗുണിക്കുക, പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക. 1 × 4 4 6 5 അല്ലേ. അപ്പോൾ 564 കിട്ടി. ഇനി എന്ത് വേണം? ഇവിടെ 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ 2 സ്ഥാനം എനിക്ക് കൂട്ടുക. അപ്പോൾ എത്ര വന്നു? 5.64. ഇനി ഇതേപോലെ ഉത്തരം കിട്ടുമ്പോൾ സാധാരണ എന്താ ചെയ്യാറ്? ഇതിനെ റൗണ്ട് ചെയ്ത് എഴുതും അല്ലേ. 2 സ്ഥാനത്തിന് ക്ലിയർ ചെയ്തിടാൻ പറയുമ്പോൾ എന്ത് വേണം? ഇവിടെ നാം 5 5 കൂടുതലാണെങ്കിൽ, ശ്രദ്ധിക്കുക, 5 5 കൂടുതലാണെങ്കിൽ 1 ഇങ്ങോട്ട് കൂട്ടി എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 5.65 പകരം 6 വന്നു. ഇവിടെ 5 താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കി എഴുതാം. അപ്പോൾ 5.65. അപ്പോൾ ഒരുപക്ഷെ ചോദ്യത്തിൽ അങ്ങനെ ചോദിക്കും, സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കാണുക അല്ലെങ്കിൽ മില്ലിമീറ്റർ വരെ കൃത്യമായി കാണുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം കാണാം, മില്ലിമീറ്റർ ആണെങ്കിൽ 3 സ്ഥാനം വരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ പാഠം മുഴുവൻ ഇതേപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഗുണിക്കുമ്പോഴും അതിൻ്റെ വാല്യൂ നാം കൊടുത്തിട്ട് അതേപോലെ ഗുണിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം കണ്ടിടാം. ഇനി നമുക്കറിയാം √4 അല്ലേ. √4 × √25. ഇതെങ്ങനെയാണ് നാം ഗുണിക്കുക? നമുക്ക് √4ൻ്റെ വില അറിയാം. എത്രയാണ്? 2 × √25ൻ്റെ വില എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 2 × 5 10. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാലോ. ഇപ്പോൾ √4 × √25 = 2 റൂട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് റൂട്ടിനെ നമുക്ക് പൊതുവായിട്ട് എടുക്കാം. എന്നിട്ടോ 4 × 25 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ √4 × √25 നമുക്ക് √4 × 25 എന്ന് എഴുതാം. അപ്പോൾ എത്ര വന്നു? √4 × 25. √4 × 25 എത്രയാണ്? 100 അല്ലേ. ഇനി √100 എത്രയാണ്? 10. അപ്പോഴും നമുക്ക് 10 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്താലും 10 കിട്ടി, ഈ രീതിയിൽ ചെയ്താലും 10 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? √4 × √25 നമുക്ക് എങ്ങനെ എഴുതാം? √4 × √25 എന്ന് എഴുതാം. അതായത് √4 × √25 നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? √4 × 25 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് √100 കിട്ടി, ഉത്തരം 10 തന്നെ കിട്ടി. അപ്പോൾ അതേ രൂപത്തിൽ നാം ഇപ്പോൾ √2 × √3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √2 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എത്ര വരും? √2 × 3 √2 2 × 3 6. അപ്പോൾ √6. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിന് പകരം എക്സും വൈയും കൊടുത്ത് എഴുതാൻ എങ്ങനെ പറയാൻ പറ്റും? √x × √y = എന്തെന്ന് എഴുതാൻ പറ്റും? √x × y. നമ്മുടെ ഇവിടെ ചെയ്ത അതേ കാര്യം നമ്മൾ എഴുതി. √x × √y എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ടിനും കോമൺ ആയിട്ട് √2 പിന്നെ x × y അങ്ങനെ എഴുതാം. അപ്പം ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഇവിടെ നമ്മൾ 2 സംഖ്യകളുടെ റൂട്ട് അല്ലേ, റൂട്ട് കണ്ട് അതിനെ ഗുണിച്ചു. അപ്പം റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് അതാണ് നാം ഇവിടെ കണ്ടത്. ഇവിടെ കണ്ടതോ
രണ്ട് സംഖ്യകൾ ഗുണിച്ചു അതിൻ്റെ റൂട്ട് കണ്ടു. വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ റൂട്ട് കണ്ടു, അതിനെ ഗുണിച്ചു. ഇവിടെ എക്സും വൈയും തമ്മിൽ ഗുണിച്ചു, അതിനുശേഷം റൂട്ട് കണ്ടു. ഇവ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് റൂട്ടിൻ്റെ പ്രൊഡക്റ്റും പ്രൊഡക്റ്റിൻ്റെ റൂട്ടും സെയിം ആയിരിക്കും. അതായത് വർഗമൂലത്തിൻ്റെ പ്രൊഡക്റ്റ്, ഇവിടെയോ പ്രൊഡക്റ്റിൻ്റെ വർഗമൂലം, അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഇവിടെ ഒരു മട്ടത്രികോണം, ഈ മട്ടത്രികോണത്തിൻ്റെ രണ്ട് ലംബവശങ്ങൾ, അതായത് പെർപെൻഡിക്കുലർ സൈഡുകൾ 3 സെൻറ്റിമീറ്റർ വീതമാണെന്ന് വിചാരിക്കുക. 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കർണം ഹൈപ്പോട്ടിനസ് എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ സീക്വൽ ടു എത്ര വരും? 3ൻ്റെ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ. അതായത് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 9 സീക്വൽ ടു 18. അപ്പോൾ ഹൈപ്പോട്ടിനസ് കർണത്തിൻ്റെ സ്ക്വയർ ആണ് 18. അങ്ങനെയാണെങ്കിൽ കർണം എത്ര ഉണ്ടായിരിക്കും? റൂട്ട് 18 അല്ലേ. റൂട്ട് 18. ഇവിടെയാണ് നാം പറഞ്ഞ കാര്യം വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. റൂട്ട് 18 നാം എന്തെന്ന് എഴുതും? റൂട്ട് 18 ഒരു പൂർണ്ണവർഗമല്ല അല്ലേ. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ, റൂട്ട് എക്സ് വൈനെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ റൂട്ട് 18 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 18 നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാൻ പറ്റും? നമുക്കറിയാം 9 ഇൻറ്റു 2 18 ആണ്, 6 ഇൻറ്റു 3 18 ആണ് അല്ലേ. ഇതിൽ വർഗമുള്ള ഏതാണ്? 9 ഇൻറ്റു 2 അല്ലേ. 9 ഒരു വർഗമാണ്, സ്ക്വയർ ആണ്. ഇവിടെ രണ്ടും വർഗങ്ങളല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 18 നമുക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ റൂട്ട് അറിയണം. ആ രീതിയിൽ വേണം നാം ഘടകങ്ങളാക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ റൂട്ട് 9 എത്രയാണ്? 3. ഇനി ബാക്കി എന്താ ഉള്ളത്? റൂട്ട് 2. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ റൂട്ട് 18 എന്ത് ചെയ്തു? റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതി. നമ്മൾ അങ്ങനെ ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ, റൂട്ട് എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? റൂട്ട് 2ൻ്റെ വാല്യൂ 1.414 ഇട്ട് 3നെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടഫും ഇല്ല, വളരെ സിമ്പിളായ കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 88 അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൽ പേജ് നമ്പർ 58 ഒന്ന് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്, അതായത് സമഭുജ ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ 2, 4, 5, 6 അല്ലെ 6 പീസും കൂടി വെച്ചിട്ട് ഇതേ രൂപത്തിൽ ഒരു ചതുരം ഉണ്ടാക്കി. അപ്പോൾ ഈ ചതുരത്തിൻ്റെ പെരിമീറ്ററും ഏരിയയും എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ സമഭുജ ത്രികോണങ്ങളുടെ ഓരോ വശങ്ങളുടെ നീളം 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമഭുജ ത്രികോണങ്ങളുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നീളം എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ വശവും 2 ആണ്. ആദ്യത്തെ 2 എണ്ണത്തിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസുകളാക്കി അല്ലേ. എന്നിട്ട് ഇതൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഈ ഒരു ചതുരം ഉണ്ടാക്കി. ഈ ചതുരത്തിൻ്റെ ഏരിയ എത്രയായിരിക്കും? പെരിമീറ്റർ എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? 4 വശങ്ങളുടെ അളവുകൾ കിട്ടണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ 4 വശങ്ങളുടെ അളവുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചതുരത്തിലെ ഓരോ ഭാഗങ്ങൾ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ 4 ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ 2 ട്രയാങ്കിളിനെയും കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ 2 ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ഈ ആകൃതി അല്ലേ, അതായത് ഇതിലെന്താണ് 90 ഡിഗ്രി ഇല്ല അല്ലേ. കണ്ട, ഇതിലൊക്കെ കട്ട് ചെയ്തപ്പോൾ 90 ഡിഗ്രി വന്നിട്ടുണ്ട്, ഇതിൽ 90 ഡിഗ്രി ഉണ്ട്. ഇവിടെ നോക്കിയാൽ 3ലും 90 ഡിഗ്രി ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ട്രയാങ്കിൾ ഏതാണ്? നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഇത് രണ്ടും അല്ലേ, ഒന്ന് ഈ ട്രയാങ്കിള്, ഒന്ന് ഈ ട്രയാങ്കിള്. അപ്പോൾ ഈ 2 ട്രയാങ്കിളാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇത് രണ്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആംഗിൾ നോക്കിയാൽ മതി.
അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചു, ഈ ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും ഇതും ഇതും അല്ലേ എന്താണെന്ന് മനസ്സിലായി? ഈ കട്ട് ചെയ്യാത്ത രണ്ട് ട്രയാങ്കിളുകൾ യോജിപ്പിച്ചാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ രണ്ടാണെങ്കിൽ നമുക്കറിയാം 3 എല്ലാ വശങ്ങളും രണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ വശത്തിലായിരിക്കും ഈ 2 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നീളം കിട്ടി 2, ഇവിടെയും 2. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡ് കിട്ടണം, അല്ലെങ്കിൽ ഈ സൈഡ് കിട്ടണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം റെഡിയായി അല്ലേ. കാരണം അത് തന്നെയായിരിക്കും പുറത്തും. അപ്പോൾ നമ്മൾ ഈ പീസുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഈ പീസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഈ പീസ് എടുക്കുകയാണ്. ഏത് പീസ് വേണമെങ്കിലും വെക്കാൻ കൂടെ അല്ലേ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഈ പീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ പീസിനെ എടുത്തിട്ട് നോക്കിയാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോഴേ ഇങ്ങനെയായി അല്ലേ. അല്ലേ, ഈ പീസ് ഇതിങ്ങനെ ഒന്ന് കമത്തിയിട്ട് ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിന് 90ക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഇത്, ഇതിന് 90ക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഇത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സൈഡിൻ്റെ നീളമാണ്. അതായത് ഇവിടെ നോക്കുമ്പോൾ ഏത് സൈഡാണത്? ഈ കർണമാണ് ഇത് അല്ലേ. ഈ ചെറിയ വശമാണ് ഈ ചെറിയ വശം. അപ്പോൾ ഈ വശം ഏതാണ്? നമ്മുടെ ഈ ലംബം അല്ലേ. ഈ വശമാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഈ വശം ഏതാണ്? ഇതിൻ്റെ ഈ ലംബം. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് 2 ഇതെല്ലാം 2 ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 2, ഇത് മൊത്തം 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ. ഇനി ഇത് എത്രയാണ്? ഇതും 2 തന്നെ അല്ലേ. ഇതൊക്കെ 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2, ഇത് 1. അങ്ങനെയാണെങ്കിൽ ഈ നീളം കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ് ട്രയാങ്കിൾ. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് കണ്ടുപിടിക്കാം ഹൈറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം h² സീക്വൽ ടു എന്ത് വരും? ഇത് കർണാണ്, കർണം സ്ക്വയർ, അതായത് 2 സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ 1 സ്ക്വയർ, ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ. സീക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1 സീക്വൽ ടു 3. അപ്പോൾ h² 3 ആണ്. അങ്ങനെയാണെങ്കിൽ h എത്ര വരും? h ഈക്വൽ ടു √3. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടി √3. അതായത് ഇവിടെ എത്ര കിട്ടി? √3. അപ്പോൾ ഈ ഹൈറ്റാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ √3 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ √3 ആണെങ്കിൽ അതേ അളവ് തന്നെയല്ലേ ഇവിടെയും വരാം. അപ്പോൾ ഇവിടെയും √3 അതേ അളവ് തന്നെയാണ് ഇവിടെയും വരാം. √3 ഇതും √3. അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും കിട്ടി. ഇനി നമുക്ക് ഈ ചതുരത്തിന്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കണം അല്ലേ. ഇപ്പൊ ഈ ചതുരത്തിന്റെ നീളം എത്ര വരും? √3 പ്ലസ് √3 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ എത്ര വരും? √3 പ്ലസ് √3 സിക്കൽ ടു 2√3 അല്ലേ. 2√3. അപ്പോൾ 2√3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു √3ൻ്റെ വാല്യൂ 1.732. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയേ. അപ്പോൾ എപ്പോഴും പോയിന്റ് ഉള്ളപ്പോൾ ഗുണിക്കുമ്പോൾ പോയിന്റിനെ ഒഴിവാക്കി ഗുണിക്കുക. എന്നിട്ട് നമ്മൾ എത്ര സ്ഥാനം ഉണ്ട് അത്ര സ്ഥാനം നീക്കി കുത്തിട്ടാൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ 2 × 2 4, 6, 4, 1, 3. അപ്പോൾ നമുക്ക് 3, 4, 6, 4 എന്ന് കിട്ടി അല്ലേ. ഇനി നോക്കിയാൽ 1, 2, 3 സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ കിട്ടി 3.464 സെൻറ്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് എത്രയാണ്? വീതി ബ്രെഡ്ത്ത് എത്രയാണ്? നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളവും വീതിയും കിട്ടി. നമുക്ക് പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ, അല്ലെങ്കിൽ L പ്ലസ് ബി ഈക്വൽ ടു 2 ഇൻറ്റു നീളം എത്രയാണ്? 3.464 പ്ലസ് ബ്രെഡ്ത്ത് 2
ഈക്വൽ ടു 2 ഇൻറ്റു ബ്രാക്കറ്റിലൂടെ നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ 3.464 പ്ലസ് 2. അപ്പോൾ കൂട്ടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് കൂട്ടാം. നോക്കിയേ 3.464 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 ഇതിൻ്റെ അടിയിൽ തന്നെ ഇടണം. മനസ്സിലായല്ലോ? ഇനി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഇട്ട് 0 ഇട്ട് വേണമെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 6 4 പോയിൻറ്റ് 3 2 5. അപ്പോൾ 5.464. ഇനി ഇപ്പം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഗുണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക, അതിന് ശേഷം പോയിന്റ് ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ 2 × 4 8, 6 × 2 12, ബാക്കി 1, 2 × 4 8 1 9, 2 × 5 10. ഇനി നമുക്ക് എത്ര ഉണ്ട്? 1 2 3. അപ്പോൾ 1 2 3. അപ്പോൾ 10.928 പെരിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 2 സ്ഥാനത്തിന് ക്ലിയർ ചെയ്തിടാണെങ്കിൽ എന്ത് വേണം? ഈക്വൽ ടു 10. ഇവിടെ 8 ആണ് അല്ലേ? 5നേക്കാൾ കൂടുതലാണ്. 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 10.93 എന്ന് എഴുതാം സെൻറ്റിമീറ്റർ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ കിട്ടി. ഞാൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഏരിയ അല്ലേ? അപ്പോൾ ഏരിയ എന്താണ്? നീളം ഇൻറ്റു വീതി L ഇൻറ്റു ബി ഈക്വൽ ടു L എത്രയാണ്? L 3.464 അല്ലേ? ഇൻറ്റു ബി 2 ഈക്വൽ ടു ഒന്ന് ഗുണിച്ചിട്ടോളൂ. 4 × 2 8, 6 × 2 12, 8 1 9, 3 2 3 × 2 6. ഇനി 3 സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പോൾ 6.928 ഏരിയയാണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെയാണ് നാം ഇനിയുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഈ ചാപ്റ്ററിൽ. വളരെ ഈസിയാണ്. ആ ഗുണിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.